എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ ക്ലാസ്സുകളൊന്നും ചെയ്തില്ല. അപ്പൊ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. സ്കൂളൊക്കെ തുറന്ന് അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പം ഒരുപാട് പേര് പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, എന്തേ ക്ലാസ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബില് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ സമയം കിട്ടിയപ്പോ ഇങ്ങനെ ജസ്റ്റ് കമന്റ് ഒക്കെ നോക്കിയപ്പോ കണ്ടതാണ്. ഒരുപാട് പേര് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വീഡിയോ കണ്ടതിന് ശേഷം കമന്റ്സ് ഒക്കെ ആയിട്ട് അയച്ചു. അപ്പൊ എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളും പഠനവും ഒക്കെ അറിയാൻ സാധിക്കും. അപ്പം പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ, അപ്പൊ അവർക്കും ഒക്കെ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. കാരണം ഞാൻ തന്നെ ഒരു 10 പേർക്കും 15 പേർക്കും ഒക്കെ ക്ലാസ് അയച്ചു കൊടുത്തു എന്നൊക്കെ. അപ്പൊ അതൊക്കെ എന്താ പറയാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു സന്തോഷം എത്രത്തോളമാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം ക്ലാസ്സുകളൊക്കെ ഇനിയും കാണണം. നമുക്കിപ്പോ വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിച്ചോളൂ. അപ്പൊ ആർക്കും പരിഭവവും കാര്യങ്ങളും ഒന്നും വേണ്ട. കമന്റ് കാണുന്നില്ലെന്ന്, സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ച ആരും നമ്മുടെ ക്ലാസ് കാണുന്ന ആരും കമന്റ് അയക്കാതെ ഒന്നും ഇരിക്കേണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ടൊക്കെ എഴുതി അയച്ചു. അപ്പൊ അതും വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഒക്കെ ഓൺ ആക്കി ഈ ഓൺ ആയി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീനിന്, നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്. ഡെസ്ക്ടോപ്പ്. അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പൊ അതെന്താണെന്ന് ഇനി ആരും മറന്നു പോകല്. നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ആക്കി ആദ്യം ഓണായി വരുന്ന ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്ക്രീൻ, നമ്മൾ വിൻഡോസിന്റെ ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യമാണ് ഈ ഡെസ്ക്ടോപ്പ് എന്താണെന്നുള്ളത്. അത് മറക്കാനേ പാടില്ല. ഡെസ്ക്ടോപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ഉള്ളൂ: ഓപ്പണിംഗ് സ്ക്രീൻ ഓഫ് വിൻഡോസ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കമ്പ്യൂട്ടർ ഓൺ ആയി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ സ്വിച്ച് ഒക്കെ ഓൺ ആക്കി കമ്പ്യൂട്ടർ ഇങ്ങനെ ഓൺ ആയി വന്നു. അപ്പം ഓണായി വന്നു കഴിയുമ്പോൾ ഈ സ്ക്രീനില് നമ്മൾ ഓണായി വരുമ്പോൾ കാണുന്ന സ്ക്രീനിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കുറെ ചെറിയ ചെറിയ പിക്ചേഴ്സ്, സ്മോൾ പിക്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഓരോ പ്രോഗ്രാമിനെയും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം തന്നെ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ. അതായത് ഡെസ്ക്ടോപ്പിൽ കാണുന്ന സ്മോൾ പിക്ചേഴ്സ്, ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും കാണേണ്ട 2 കാര്യമാണ്. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് ഡെസ്ക്ടോപ്പും അതുപോലെ തന്നെ ഐക്കണും. അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് ഓപ്പണിംഗ് സ്ക്രീൻ ആണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഓണായി വരുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇനി ഐക്കൺ എന്ന് പറഞ്ഞാല് ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ ചെറിയ പിക്ചേഴ്സ്, ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എക്സലിന്റെ ഒരു സ്മോൾ പിക്ചർ ഉണ്ട്, അതുപോലെ തന്നെ വേർഡ് ഉണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്, അഡോബ് റീഡർ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. അങ്ങനെ കുറെ ആപ്ലിക്കേഷന്റെ ഐക്കൺസ് നമുക്കിവിടെ
കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് എളുപ്പം തന്നെ ആ ഒരു പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് ഈ കാണുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഫോൾഡേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ വേർഡിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വേർഡ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഏതാണോ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് അതിന്റെ മുകളിലോട്ട് വെക്കുക. ഇപ്പൊ ഇന്ന പൊസിഷനിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. കാരണം നമ്മുടെ സിസ്റ്റമാണ്, നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പൊ നമ്മൾ ഈ വേർഡിന്റെ മുകളിലോട്ട് മൗസ് വെക്കുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ചുറ്റിനും ഇങ്ങനെ ഒരു ബോക്സ് പോലെ കാണാം. അപ്പൊ ആ ബോക്സ് പോലെ കാണുന്നതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇങ്ങനെ മൗസ് വെക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യണം. അപ്പൊ 2 തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ ആണ്, ഒരു മാറ്റവും ഇല്ല. അതിന് ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും വിൻഡോസ് 7 ആണെങ്കിലും 10 ആണെങ്കിലും 11 ആണെങ്കിലും എല്ലാം സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഫയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്, യാതൊരുവിധ മാറ്റവും ഇല്ല. മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഒരു ഫയലിന്റെ മുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോർഷനിൽ കൊണ്ടുവെക്കുക. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫയല് ഓപ്പൺ ആയി വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡെസ്ക്ടോപ്പിലുള്ള ഏതൊരു ഫയൽ ആയിക്കോട്ടെ, ഫോൾഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ, എന്തൊരു ഫയലിനെയും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സെയിം ആണ്. മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ജസ്റ്റ് അതിലോട്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പം യാതൊരു മാറ്റവും ഇല്ല, എല്ലാ സിസ്റ്റത്തിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ചിലരൊക്കെ വിചാരിക്കും മിസ് ഞങ്ങളുടെ വിൻഡോസ് 7 ആണ്, വിൻഡോസ് 10 ആണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഏത് സിസ്റ്റം ആയിക്കോട്ടെ, 7 ആയാലും 10 ആയാലും 11 ആയാലും ഈ പറഞ്ഞ സെയിം പ്രൊസീജിയർ ആണ്. ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഡെസ്ക്ടോപ്പിന്റെ ഈ താഴത്തെ പോർഷനിൽ നോക്കുവാണെങ്കിൽ ഈ താഴത്തെ പോർഷന്റെ പേരാണ് ടാസ്ക് ബാർ എന്ന് പറയും. അതായത് ദാ ഈ പോർഷനെ നമ്മൾ ടാസ്ക് ബാർ എന്നാണ് പറയുന്നത്. ഈ മൗസ് പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഈ പോർഷന് നമ്മൾ പറയുന്ന പേരാണ് ടാസ്ക് ബാർ. അപ്പൊ ടാസ്ക് ബാറിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു റൈറ്റ് സൈഡില് ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് സമയം കാണാൻ പറ്റും, അതുപോലെ തന്നെ ഡേറ്റ് കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ സമയം, അതായത് ഇന്നത്തെ ഡേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു കലണ്ടർ പോലെ കാണാൻ പറ്റും. ഇനി അതിന് തൊട്ട് ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ ചാർജിങ്, നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി സ്റ്റാറ്റസ്, അതായത് എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയത്തില്ല എത്ര ശതമാനം അതിനകത്ത് ചാർജ് ഉണ്ടെന്ന്. അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ മൗസ് ഒന്നുകൊണ്ട് വെക്കുമ്പം തന്നെ അവിടെ ഷോ ചെയ്ത് കാണിക്കും. ഇപ്പൊ 62% ആണ്. അപ്പൊ അത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതൊരു കാര്യം അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിന്റെ മുകളിലോട്ട് കൊണ്ട് വെക്കുമ്പം തന്നെ ആ പർട്ടിക്കുലർ കാര്യം നമുക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഫസ്റ്റ് വൺ നമുക്ക് അറിയത്തില്ലായിരുന്നു എങ്കിൽ അതിലോട്ട് വെക്കുമ്പം തന്നെ അതിന്റെ മുകളില് ഇന്നത്തെ ഡേറ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി തൊട്ടിപ്പുറത്ത് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി, എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും അതിന്റെ തൊട്ടിപ്പുറത്താണെങ്കിൽ വോളിയം കൺട്രോൾ, അതായത് സ്പീക്കർ. ഇപ്പൊ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ഒരു സ്പീക്കർ. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണാം. അതായത് നമ്മുടെ നെറ്റിന്റെ കണക്ഷൻ കാണാം, ബ്ലൂടൂത്ത് ഉണ്ട്, എയർപ്ലെയിൻ മോഡ് ഉണ്ട്, നൈറ്റ് ലൈറ്റ് ഉണ്ട്, ആക്സസിബിലിറ്റി, അതുപോലെ ഇത് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാണെങ്കിൽ ബ്രൈറ്റ്നസ്, അതിന്റെ തൊട്ട് താഴെ വോളിയം. അപ്പൊ ഇതൊക്കെ കൂട്ടാനും കുറയ്ക്കാനും
ജസ്റ്റ് നമ്മൾ ഈ ഒരു ബ്രൈറ്റ്നെസിന്റെ ഇവിടെ ഒരു സെന്ററിൽ ഒരു റൗണ്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിലോട്ട് മൗസ് കൊണ്ട് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കൂട്ടണമെങ്കിൽ മൗസ് മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ മൗസ് പുറകോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് അവിടെ ആ ഒരു നമ്പേഴ്സ് എഴുതി കാണിക്കും, എത്ര ശതമാനം കുറയുന്നു അല്ലെങ്കിൽ എത്ര ശതമാനമാണ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പൊ ടോട്ടൽ നമുക്ക് 100 ആണ്. അപ്പൊ അതനുസരിച്ച് കുറയുന്നതും കൂടുന്നതും കാണാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സൗണ്ട് കൂട്ടുന്നത്. നമുക്ക് സൗണ്ട് കൂട്ടണമെങ്കിൽ ഈ ഒരു റൗണ്ടിൽ കാണുന്ന ഇതിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കൈയെടുക്കാൻ പാടില്ല, മുന്നോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് വോളിയം കൂടും. നമ്മൾ പുറകോട്ട് ഡ്രാഗ് ചെയ്താൽ വോളിയം കുറയും. അപ്പം ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. ഇനി അതിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷന്റെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത അതേ പേജ് തന്നെ നമുക്ക് കാണാം. അതായത് ഇതിപ്പോ നമ്മളുടെ നെറ്റിന്റെ കണക്ഷൻ ആണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ ടാസ്ക് ബാറിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ടാസ്ക് ബാറിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ. ഇനി ഇതിന്റെ ഇപ്പുറത്തെ ഈ ഒരു സെന്റർ പോർഷനിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആപ്ലിക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ ഈ താഴെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കിത് താഴത്തോട്ടും ആക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഇവിടെ കാണുന്ന എക്സലിനെ നമുക്ക് ഈ താഴെ കൊണ്ടുവരണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അപ്പൊ അതിപ്പോ ചെയ്ത് എങ്ങനെയാന്ന് ഒന്ന് കാണിച്ചു തരാം. പ്രയാസമൊന്നുമില്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. അപ്പം ഈ താഴെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ക്രോം ഉണ്ട്. അപ്പൊ ക്രോം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാല്, നമുക്ക് പേരറിയത്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊസീജിയർ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും, ഗൂഗിൾ ക്രോം. ഇപ്പൊ നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ഇനി അടുത്തത് അതുപോലെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് മൗസ് ഇങ്ങനെ നിരക്കി അതിലോട്ട് വെച്ചു. അപ്പൊ അതിന്റെ പേര് കാണിച്ചു പവർ പോയിന്റ്. അപ്പൊ ഇങ്ങനെ നമുക്കറിയാത്ത ഏതൊരെണ്ണത്തിന്റെയും പേര് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അതിന്റെ മുകളിലോട്ട് മൗസ് ഇങ്ങനെ വെച്ചാൽ മതി. ഇനിയിപ്പോ പറയാൻ പോകുന്നത്, ഇവിടെ ഇപ്പൊ ക്രോം ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, മോസില്ല ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തോന്നി മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കൂടെ ഈ ഒരു ടാസ്ക് ബാറിലോട്ട് കൊണ്ടുവരണമെന്ന്. അപ്പൊ അങ്ങനെ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കാണുന്ന എക്സൽ എന്ന് പറയുന്ന ഇതിനെ നമുക്ക് ഈ ടാസ്ക് ബാറിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ എക്സൽ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. കൈ എടുക്കാൻ പാടില്ല, പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചോണ്ട് പോവുക. നമുക്ക് എവിടാണോ വേണ്ടത് ആ ഭാഗത്തോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നതിൽ നിന്നും കൈ ഇങ്ങനെ റിലീസ് ചെയ്യുക. കണ്ടോ, നമ്മൾ കൈ എടുത്തപ്പോ തന്നെ നമുക്ക് ആ ഒരു എക്സൽ ഇവിടെ താഴെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഒരു തവണയൊന്ന് ക്ലിക്ക് ചെയ്താൽ എക്സൽ ഓപ്പൺ ആയി വരും. ഒന്നും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന്. ഇപ്പൊ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു അഡോബിനെ കൊണ്ടുവരണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. ഈ അഡോബിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഇതിന് എവിടാണോ വെക്കേണ്ടത് അവിടോട്ട് ഇങ്ങനെ കൊണ്ട് വലിച്ചു കൊണ്ടുവന്ന് വെക്കുക. വെച്ചതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. കണ്ടോ, അപ്പൊ നമുക്ക് അഡോബും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു പ്രോഗ്രാമിനെയും നമുക്ക് വലിച്ചുകൊണ്ട് താഴെ ടാസ്ക് ബാറിൽ കൊണ്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ടാസ്ക് ബാറിന്റെ റൈറ്റ് സൈഡ് കഴിഞ്ഞു, സെന്റർ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെർച്ച് എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സെർച്ച് ബോക്സ് കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് നമുക്ക് അതിന്റെ നേരെ വഴിക്ക് സ്റ്റെപ്പ് വഴി പോയി കണ്ടുപിടിക്കാതെ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പോ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ വരത്തില്ല. അപ്പൊ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ഇവിടാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എപ്പോഴും പറയത്തില്ലേ നമ്മുടെ ക്ലാസ്സില്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീനാണ്, അതിന് സ്വയമേ ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ മൗസ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ന് ഉള്ള ഈ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല്
മൗസ് കൊണ്ട് ഈ സെർച്ച് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക. എവിടെയെങ്കിലും വെക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് കാണാം സെർച്ച് എന്നുള്ളതിന് ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ദാ ഇവിടെ കർസർ ഇവിടെ കാണാൻ പറ്റും. കർസർ എന്ന് പറഞ്ഞാല് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആള്. ദാ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഒരു വര ഇങ്ങനെ കാണാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ നമുക്ക് വേണ്ടത് അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം എന്നുള്ളതൊന്ന് കൊടുക്കുവാണ്. അപ്പൊ സൂം എന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ ദാ ഏറ്റവും മുകളില് സൂം വർക്ക് പ്ലേസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ സൂം എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് ഒരു പ്രോഗ്രാമിനെ കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ നമുക്ക് പവർ പോയിന്റ് ആണ് വേണ്ടതെന്ന് വിചാരിച്ചു. സെർച്ചിന്റെ അവിടെ മൗസ് കൊണ്ടുവരിക, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, പവർ പോയിന്റ് എന്നുള്ളതിന്റെ പവർ ടൈപ്പ് ചെയ്തപ്പോ തന്നെ നമുക്കിവിടെ പവർ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ, ഏതൊരു ഫയല് അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യത്തിനെയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം പെട്ടെന്ന് തന്നെ. ഇനിയിപ്പം സെർച്ചിന്റെ രണ്ടാമത്തെ ഉപയോഗമാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ സെർച്ച് എന്നുള്ളിടത്തൊന്ന് ഇന്ത്യ എന്നൊന്ന് ടൈപ്പ് ചെയ്തു. ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ നമ്മളെ നേരെ കൊണ്ടുപോയേക്കുന്ന എങ്ങോട്ടാണ്? നമ്മുടെ സിസ്റ്റം നെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. ഞാൻ സെർച്ച് ചെയ്തപ്പം എന്റെ സിസ്റ്റത്തിൽ ഇല്ല. അപ്പം ദാ നമുക്കിവിടെ ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ സൈഡില് ഇന്റർനെറ്റില് ഇന്ത്യയെ പറ്റിയുള്ള പേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയെ പറ്റിയുള്ള കാര്യം നമ്മൾ സെർച്ച് ചെയ്തപ്പം ഡയറക്റ്റ് നെറ്റിലുള്ള ഇന്ത്യയുടെ കുറച്ച് കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മുകളിൽ വന്ന ഇന്ത്യ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ നേരെ കൊണ്ടുപോയിരിക്കുന്നത് ഇന്റർനെറ്റില് ഇന്ത്യയെ പറ്റിയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന കുറെ ലിങ്കുകളും പേജുകളും ഒക്കെ കാണാം. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഈ ഒരു സെർച്ച് ബോക്സിനുണ്ട്. അതായത് ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഏതൊരു ആപ്ലിക്കേഷനെയും നമുക്ക് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞാല് നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു കാര്യം ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇല്ല. അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്റർനെറ്റിലോട്ടാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത ആ കാര്യവുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റിലുള്ള പേജിലോട്ട് നേരെ അങ്ങ് പോകും. കാരണം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന കാര്യത്തെ പറ്റി ഒരു കാര്യവും നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ ഇല്ല. അതുകൊണ്ട് നേരെ പോയത് ഇന്റർനെറ്റിലോട്ടാണ്. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് കേരള എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കേരള എന്ന് ടൈപ്പ് ചെയ്തു. കേരള എന്ന് പറയുന്നതിനെ പറ്റിയുള്ള ഒരു കാര്യവും എന്റെ സിസ്റ്റത്തില് ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു സെർച്ച് വെബ് എന്നുള്ള ഈ കേരളായി ക്ലിക്ക് ചെയ്തപ്പോ തന്നെ നമ്മൾ നേരെ പോയേക്കുന്ന ഇന്റർനെറ്റിലെ പേജിലോട്ടാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്റർനെറ്റിലെ പേജിൽ പോകണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. അപ്പൊ അതാണ് ഈ ഒരു സെർച്ച് ബോക്സിന്റെ രണ്ട് ഉപയോഗം എന്ന് പറയുന്നത്. ഇനിയിപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇനിയുണ്ട് കുറച്ചുകൂടെ ബേസിക് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായിപ്പോവും. അപ്പം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഇച്ചിരി മടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങളായിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഈ ഒരു ടാസ്ക് ബാറിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു സെർച്ച് ബോക്സിന്റെ തൊട്ടിപ്പുറത്ത് ഒരു 4 ബോക്സ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ നമുക്ക് അതിന്റെ പേരും കാര്യങ്ങളും ഒന്നും മനസ്സിലായില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പേരെന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിന്റെ മുകളിലോട്ട് കൊണ്ടുവച്ചു. അപ്പൊ തന്നെ അതിന്റെ പേര് ഷോ ചെയ്ത് കാണിച്ചു, സ്റ്റാർട്ട്. അപ്പൊ അതിന്റെ പേര് സ്റ്റാർട്ട് ബട്ടൺ എന്നാണ്. അപ്പൊ എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ട്. ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ മാത്രമല്ല, നമ്മളുടെ കയ്യിലുള്ള എല്ലാവരുടെയും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഇത് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സിസ്റ്റം വിൻഡോസ് 11 ആയതുകൊണ്ട് അതിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പം വിൻഡോസ് 7 ആണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ജസ്റ്റ് ഞാനൊന്ന് ഗൂഗിളിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. വിൻഡോസ് 7 സ്റ്റാർട്ട് ബട്ടൺ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇമേജസ് എടുത്തൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ വിൻഡോസ് 7ലുള്ള സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. ഇതാണ് ഈ കാണുന്ന ഈ റൗണ്ടിലുള്ള ഇതാണ് വിൻഡോസ് 7ലെ സ്റ്റാർട്ട് ബട്ടൺ. ഇത് പൊസിഷൻ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
ഇതാണ് നമുക്ക് വിൻഡോസ് 7-ൽ കാണാൻ പറ്റുന്നത്. അപ്പൊ കാര്യങ്ങളെല്ലാം സെയിം ആണ്. പിന്നെ അതിന്റെ ഷേപ്പിലും ഒക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അപ്പൊ ഇത് നമ്മുടെ വിൻഡോസ് 11-ലെ സ്റ്റാർട്ട് ബട്ടൺ ഇതാണ്. 10 ആവുമ്പോൾ ചിലപ്പോൾ അതിന്റെ സിമ്പിളിന് കുറച്ചുകൂടെ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് നോക്കാം വിൻഡോസ് 10-ലെ സ്റ്റാർട്ട് ബട്ടൺ എങ്ങനെയാന്ന്. വിൻഡോസ് 10 നോക്കാം. നമ്മുടെ വിൻഡോസ് 10 എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഇതാണ്, ഈ കാണുന്ന ഇതാണ് വിൻഡോസ് 10-ൻ്റെത്. അപ്പം കാര്യങ്ങളെല്ലാം സെയിം ആണ്. പക്ഷെ അതിന്റെ ചെറിയൊരു ഡിസൈനിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം മൗസ് അതിലോട്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു സെർച്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ കാണാം. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 3 റോയിലേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഈ ഓൾ ആപ്സ് എന്നുള്ള എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എല്ലാ പ്രോഗ്രാംസും ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം സ്റ്റാർട്ട് ബട്ടണിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ പ്രോഗ്രാംസും കാണാം. അവിടെ നിന്നും നമുക്ക് പ്രോഗ്രാംസിനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വരുന്ന ഈ ഒരു ഇതിന്റെ പേരാണ് സ്റ്റാർട്ട് മെനു എന്നാണ് പറയുന്നത്. അതായത് സ്റ്റാർട്ട് മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഓരോ ആപ്ലിക്കേഷനും കാണാൻ പറ്റുന്നത്. ഇപ്പൊ എ നോക്കുവാണെങ്കിൽ എ ചേർത്തുള്ള ആപ്ലിക്കേഷൻ, ബി നോക്കുവാണെങ്കിൽ ബി ചേർത്ത്, സി, അത് കഴിഞ്ഞ് ഡി, ഇ, അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമുക്ക് പ്രോഗ്രാംസ് കാണാൻ പറ്റുന്നത്. നമ്മള് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എല്ലാവരും മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാല് ബാക്കിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് ഞാനൊരു എളുപ്പത്തിൽ തന്നെ ഇത്രയും നേരം പറഞ്ഞ കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞൊന്ന് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഡെസ്ക്ടോപ്പ് ആണ്. അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിയുമ്പോൾ ഓൺ ആയി വരുന്ന ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ അതിനി ആരും മറക്കത്തില്ല, എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ഇനിയിപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയ കുറെ പിക്ചേഴ്സ് കാണാം. അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ്. അപ്പൊ ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ. ഇനി നമുക്ക് ഈ ഒരു ഐക്കൺ, അതായത് ഈ പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെക്കുക. നമുക്ക് ഏത് പ്രോഗ്രാം ആണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോഗ്രാം നമ്മൾ ഏതാണോ ചൂസ് ചെയ്തത് അത് ഓപ്പൺ ആയി വരും. അതിന് നമുക്ക് ഏത് ഫോൾഡർ ആയിക്കോട്ടെ, ഫയൽ ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ഓപ്പൺ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ ആണ്. അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെസ്ക്ടോപ്പിന്റെ താഴത്തെ പോർഷൻ ആണ് ടാസ്ക് ബാർ. ഈ കാണുന്ന ഈ ഒരു എന്താ പറയാ ഒരു വര പോലിട്ടിരിക്കുന്ന ഈ ഒരു പോർഷന്റെ പേരാണ് ടാസ്ക് ബാർ എന്ന് പറയും. അപ്പൊ ടാസ്ക് ബാറിലും നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം നോക്കുവാണെങ്കിൽ അതായത് വലതുവശത്ത് താഴെ ആദ്യം ടൈം ഉണ്ട്, ഡേറ്റ് ഉണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്ത് ബാറ്ററി ഉണ്ട്, വോളിയം ഉണ്ട്, നമ്മുടെ നെറ്റ് കണക്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സെന്റർ പോർഷനിൽ നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കാണാം. നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിനെ നമുക്ക് ഇവിടെ സെന്ററിൽ കൊണ്ടിടാനായിട്ട് പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏതാണോ വേണ്ടത് നമുക്ക് എക്സൽ കൊണ്ടുവരാം. അപ്പൊ എക്സലിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈയെടുക്കാൻ പാടില്ല, ഇങ്ങനെ വലിച്ചുകൊണ്ട് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് വെക്കുക. വെച്ചതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസിനെ നമ്മൾ ഈ ഒരു ടാസ്ക് ബാറിൽ കൊണ്ടിടുന്നത്. പിന്നെ പറഞ്ഞത് ടാസ്ക് ബാറിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സെർച്ച് ചെയ്യുന്ന സ്പേസ് ഉണ്ട്. അപ്പൊ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസ് നമുക്ക് കണ്ടോ എളുപ്പം തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്തു, പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് പോയിരിക്കുന്നത് ഇന്റർനെറ്റിലോട്ടാണ്. അതായത് ഇന്ത്യയെ പറ്റിയുള്ള ഇന്റർനെറ്റിലെ പേജിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നെറ്റിലോട്ട് പോകത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഫസ്റ്റ് വൺ, അതായത് ലെഫ്റ്റ് സൈഡിലെ ആദ്യം കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് മെനു കാണാം.
സ്റ്റാർട്ട് മെനുവിലാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഇങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ വിൻഡോസ് 7 ആയാലും സെയിം ആണ്. ചിലപ്പോൾ ഈ ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കത്തില്ല, അതിന് പകരം പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ താഴോട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും. പിന്നെ ഈ സ്റ്റാർട്ട് ബട്ടന്റെ സിമ്പലിലുള്ള വ്യത്യാസം, ചിലപ്പം ഇത് ബോക്സ് ആയിട്ടിരിക്കുന്നത് 7 വരുമ്പോ റൗണ്ട് ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരും സിസ്റ്റം ഒക്കെ ഓൺ ആക്കിയിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നുകൂടെ പറയാം. അപ്പൊ നമുക്ക് നാളെ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.